ഞാൻ ശ്രേയ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്താ കാര്യം? ഇനി നീ എന്നെ കാണേണ്ട കാര്യമില്ല നകുൽ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നാളെ നമ്മുടെ വിവാഹം കഴിയുന്നതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ കരാറും അവസാനിക്കും. അത് കഴിഞ്ഞ് എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. ആ ഓർമ്മ നിനക്കാ ഉണ്ടാവേണ്ടേ. നിനക്ക് ഗംഗയായിട്ട് ഇവിടുന്ന് പോവാം. പിന്നെ ഒരിക്കലും അവൾ ഈ കൈലാസത്തിലോ മഹിയേട്ടന്റെ മുന്നിലോ എത്താൻ പാടില്ല. ഗംഗയെക്കുറിച്ച് ഓർത്ത് നിനക്ക് ടെൻഷനൊന്നും വേണ്ട. നാളെ വിവാഹം കഴിഞ്ഞാലുടൻ പിന്നെ ഗംഗയും കാത്ത് ബോംബെയിൽ ഒരു കൂട്ടം ആളുകൾ തന്നെ വെയിറ്റിംഗ് ആണ്. അതൊക്കെ നിന്റെ കാര്യം. നീ അവളെ ആർക്ക് വേണമെങ്കിലും വിൽക്കോ കൊല്ലുവോ എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കാൻ പാടില്ല. അതെനിക്ക് ഉറപ്പ് തരണം. അതേക്കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട. നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വാക്ക് തന്നെയാ. നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടുകളും കഴിയുകയാണ്. നാളത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായെന്നറിയോ? ഇതിനു മുമ്പ് മഹിയേട്ടൻ എന്റെ കഴുത്തിലെ താലി കെട്ടാനായി താലി എടുത്ത് അടുത്തുകൊണ്ട് വന്നപ്പോഴാ മണ്ഡപത്തില് തീ പിടിച്ചതും എന്റെ കഴുത്തിൽ തൂണ് വീണതും. അതെല്ലാം ഗൗരിയുടെ പണിയായിരുന്നു. ഇനിയും വെറുതെ അന്ധവിശ്വാസം പറഞ്ഞു പരത്താതെ ശ്രേയ. മഹിയുടെ ആദ്യ ഭാര്യ പ്രേതമായിട്ട് നടക്കുന്നു, കൊച്ചിനെ രക്ഷിക്കുന്നു. ഇതൊന്നും നീ പറയണ്ട. കഴിഞ്ഞ ദിവസം നീ ഇത് പറഞ്ഞപ്പോ ഞാൻ വെറുതെ തർക്കിക്കായിരുന്നതാ. ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ആളാ. ഞാൻ ഇതുവരെ ഒരു ഭൂതപ്രേത പിശാചുക്കളെയും കണ്ടിട്ടില്ല. ഞാൻ നിന്നോട് തർക്കിക്കാനൊന്നുമില്ല. നിന്റെ പ്ലാനുകൾ തകർക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ആളെ കാണാതെ നിനക്ക് ഇടി തരുന്നതും ഗൗരിയാ. ഓ ആയിക്കോട്ടെ. നാളെ അവള് കല്യാണം മുടക്കാതിരിക്കാൻ ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ അതും മുടക്കും. അങ്ങനെ മുടക്കിയ ഗംഗയെ ഞാനൊരു വണ്ടി കയറ്റി അങ്ങ് കൊണ്ടുപോകും. നീയും മഹി മുഹൂർത്തവും നാളും ഒക്കെ നോക്കി കല്യാണം കഴിക്കുകയോ ഒളിച്ചോടുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. കളിയാക്കണ്ട നകുൽ. നമ്മുടെ പ്ലാനിങ്ങിൽ എവിടെയെങ്കിലും പാളിച്ച ഉണ്ടായാ ഗൗരി മണ്ഡപം കത്തിക്കും. നമ്മളൊക്കെ ആ തീയില് വെന്ത് തീരും. നാളെ ആരും വിവാഹം തടയാൻ വരില്ല. ഒരു കുഴപ്പവും ഇല്ലാതെ അത് നടക്കും. ഞാൻ ഇവിടുന്ന് ഗംഗയുമായിട്ട് പോകും. നീയും മഹിയും ഇവിടെ ജീവിക്കും. ഇല്ലടാ, നിങ്ങളുടെ വിവാഹവും നടക്കില്ല. നിങ്ങളെ ജീവിക്കാനും ഞാൻ സമ്മതിക്കില്ല. നീ കണ്ടോ? നാളെ നേരം വെളുത്താൽ എനിക്ക് ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരും. ശ്രേയ ഇന്ന് വരെ എനിക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അവളെ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ മാളുവിന് വേണ്ടി ഞാൻ ശ്രേയയ്ക്ക് വിവാഹമോചനം നൽകി. വിവാഹ നിശ്ചയം നടത്തി. എന്തിനായിരുന്നു അങ്ങനെയെല്ലാം ചെയ്തതെന്ന് ഇന്നും എനിക്ക് ഉത്തരവില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഗംഗയിലേക്ക് ചാഞ്ഞതെന്നതിനും എനിക്ക് ഉത്തരമില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്നും പോവുകയാണ്. ഒന്ന് മാത്രം എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഗൗരിക്ക് ശേഷം ഞാൻ ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗംഗയെ മാത്രമാണ്. ഒരു പെൺകുട്ടി എൻ്റെ ഭാര്യയായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗംഗ മാത്രമാണ്. നാളെ അവൾ മറ്റൊരാളുടെ ഭാര്യയാവുകയാണ്. അതും ഒരേ മണ്ഡപത്തിൽ. എന്തൊരു വിധിയാ ഈശ്വര ഇത്! ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ മാളും അവളുടെ അമ്മയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചത് ഗംഗയല്ലേ? ആ കുഞ്ഞു മനസ്സ് ഇപ്പൊ എന്തുമാത്രം വേദനിക്കുന്നുണ്ട്.
ഗംഗയും എന്നെ സ്നേഹിച്ചിരുന്നു. എൻ്റെ ഭാര്യയാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. മുത്തശ്ശിക്ക് കൊടുത്ത വാക്കിനു വേണ്ടി അവൾക്ക് ഈ വേദനയെല്ലാം സഹിക്കേണ്ടി വരുന്നില്ല. എന്തിനാ ഇതെല്ലാം? വളരെ കുറച്ചുനാൾ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തിനാ ഇത്രയും വേദനകൾ മനുഷ്യർ അനുഭവിക്കുന്നത്? ഇതെല്ലാം ഈശ്വരന്റെ തീരുമാനമാണോ, അതോ ഇവിടെയുള്ള മനസ്സുകളുടെ തോന്നലുകളാണോ? രണ്ടായാലും ഈ വേദന ഉമിത്തിയിൽ എരിയും പോലെ നേരി നേരി എത്തുന്ന മരണമാണ്. അച്ഛാ, വാ മോളെ. ആള് ഉറങ്ങിയില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ മോള് ഉറങ്ങാത്തത്? ഗംഗ എവിടെ? ഗംഗയും കിടന്നിട്ടില്ല, അപ്പുറത്ത് എവിടെയോ ഉണ്ട്. നാളെ ഗംഗ പോവല്ലേ അച്ഛാ? പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കുവോ? അച്ഛൻ ശ്രേയ കല്യാണം കഴിച്ചാ പിന്നെ ഞാൻ അച്ഛനോട് മിണ്ടില്ല. സത്യമായിട്ട് ഞാൻ പിന്നെ അച്ഛനോട് മിണ്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഞാൻ ഗംഗയോട് ചോദിച്ചില്ലേ, പിന്നെ മുത്തശ്ശിയോടും ചോദിച്ചില്ലേ? നമ്മുടെ മനസ്സ് ആരും കാണുന്നില്ല മോളെ. ആർക്കും അത് കാണുകയും വേണ്ട. എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടാനുള്ള ഓട്ടപ്പാച്ചിലുകൾ മാത്രമാണ്. അതൊന്നും എനിക്കറിയില്ല. അച്ഛന് ഗംഗയെ ഇഷ്ടമാണ്, ഗംഗയ്ക്ക് അച്ഛനെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചാ എന്താ? ബാക്കിയുള്ളവർ എന്തിനാ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്? അച്ഛനെന്താ മറുപടി പറയാത്തത്? എന്ത് പറഞ്ഞാ നിന്നെ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പല ചോദ്യങ്ങൾക്കും ഉത്തരം എനിക്കും അറിയില്ല മോളെ. ചോദ്യോത്തരം പറഞ്ഞിരിക്കാൻ ഇത് പരീക്ഷയൊന്നും അല്ലല്ലോ. അച്ഛൻ നാളെ ഗംഗയെ കല്യാണം കഴിച്ചാ മതി. ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ അമ്മയായിട്ട് ഗംഗ മതി. എന്തിനാ മോളെ വാശി പിടിക്കുന്നേ? ഒന്നുമില്ല, അവള് വെറുതെ ഓരോന്ന് പറയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അച്ഛൻ ഗംഗയെ കല്യാണം കഴിച്ചാ മതി. നാളെ കല്യാണമല്ലേ? നിനക്ക് ഉറങ്ങണ്ടേ മാളു? പാവം മാളുവിന് ഗംഗ ഇവിടുന്ന് പോകുന്നതിന്റെ സങ്കടമാണ്. മോളെ, ഇനി ഉറക്കം കളഞ്ഞാ നാളെ നല്ല ക്ഷീണമായിരിക്കും. കല്യാണത്തിന് സുന്ദരി കുട്ടിയായിട്ട് എല്ലാവരെയും മുന്നിൽ നിൽക്കേണ്ടതല്ലേ? വേഗം ഉറങ്ങാൻ നോക്ക്. ഞാൻ ഗംഗയെ വിളിക്കാം. ഗംഗേ, ഗംഗേ. അച്ഛൻ ഗംഗയെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഞാൻ കല്യാണത്തിന് വരൂ. അല്ലെങ്കിൽ എനിക്ക് ആ കല്യാണം കാണണ്ട. ശ്രേയ കല്യാണം കഴിച്ച് എന്റെ അമ്മയായിട്ട് കൊണ്ടുവന്ന പിന്നെ ഞാൻ ആരോടും മിണ്ടില്ല. ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ പോവും. ഞാൻ സത്യമായിട്ടും പോവും. കൊച്ചുകുട്ടികള് ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഗംഗേ, മാളുവിനെ കൊണ്ടുപോയി കിടത്തി ഉറക്ക്. വാ മാളു, നമുക്ക് മുറിയിലേക്ക് പോവാം. ചെല്ലു മോളെ.
മാള് പറയുന്ന ഒന്നും നീ കാര്യമായിട്ടെടുക്കണ്ട. മാളുവാണമ്മേ ശരി. ആ കുഞ്ഞു മനസ്സിൽ ഒരു കളങ്കവുമില്ല. കള്ളത്തരം കാണിക്കുന്നതെല്ലാം നമ്മൾ മുതിർന്നവരാണ്. പ്രായവും പക്വതയുണ്ടെന്ന് നടിക്കുന്ന നമ്മളാണ് ശരിക്കും തെറ്റുകൾ ചെയ്യുന്നത്. കുട്ടികളാണ് എന്നും ശരി. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോനെ. നീ ഗംഗയെ ആഗ്രഹിച്ചു, നീ അത് അവളോട് തുറന്നു പറഞ്ഞു. മുത്തശ്ശിയോട് നീ അനുവാദം ചോദിച്ചു. പക്ഷെ അവർ രണ്ടുപേരും നിന്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചു. പിന്നെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വീട്ടിൽ ജീവിച്ച് നമ്മുടെ സൗജന്യങ്ങൾ കൈപ്പറ്റി ഇത്രയും നാളും കഴിഞ്ഞിട്ട് നീ ഒരാഗ്രഹം പറഞ്ഞപ്പോ അതവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥാനം കൊടുക്കാൻ നീ തയ്യാറായപ്പോ ഒരു കരുണയില്ലാതെ, ഒരു മനസാക്ഷിയില്ലാതെ അവര് നിഷേധിച്ചില്ലേ? അതിന്റെ പേരിൽ നീ ഇനിയും വേദനിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. മോനെ, നീ വിഷമിക്കരുത്. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നീ അമ്മയോട് തുറന്നു പറ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നാളെ നിനക്ക് ഗംഗയെ വിവാഹം കഴിക്കണം. ഈ അമ്മ അത് നടത്തി തരും. എനിക്കതിനൊരു മുത്തശ്ശിയുടെ അനുവാദം വേണ്ട, ഗംഗയുടെ അനുവാദവും വേണ്ട. എന്റെ മകന്റെ സന്തോഷ ഈ അമ്മയ്ക്ക് വലുത്. നാളെ നിങ്ങളുടെ വിവാഹം ആ പന്തലിൽ വെച്ച് ഞാൻ നടത്തിത്തരാം. ആര് സമ്മതിച്ചില്ലെങ്കിലും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടും. കൈലാസം വീട്ടിലെ ദേവിയാനിയ പറയുന്നത്. എല്ലാവരെയും പിടിച്ചുകെട്ടി ഞാൻ നടത്തിത്തരും നിങ്ങളുടെ വിവാഹം. മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ അമ്പയെയും അംബികയെയും അംബാലികയും പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് വിവാഹം നടത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ ഒന്നാന്ന് കരുതിയ മതി. നിന്റെ ഒരു വാക്ക് മതി മോനെ ഈ അമ്മയ്ക്ക്. പക്ഷേ വിവാഹം നടത്തിത്തരാൻ മാത്രമേ ഈ അമ്മയ്ക്ക് സാധിക്കൂ. പിന്നെ അവളോടൊപ്പം ജീവിക്കേണ്ടത് നീയാ. നിന്റെ സ്നേഹം നിഷേധിച്ച, നിന്റെ താലി വേണ്ടാന്ന് വെച്ചൊരു പെണ്ണിനോടൊപ്പം നിനക്ക് ജീവിക്കണോ? അതോ നിനക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന അമ്മ നിനക്കായി കണ്ടെത്തിയ ശ്രേയയ്ക്കൊപ്പം ജീവിക്കണോ? നമ്മൾ സ്നേഹിച്ചവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാ നമ്മൾ കൂടെ നിർത്തേണ്ടത്. അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നിന്റെ ഭാര്യയാവേണ്ടത് ശ്രേയയാണ് മോനെ. വാ, ഒരുപാട് ആലോചിക്കാതെ, മനസ്സ് വിഷമിപ്പിക്കാതെ എന്റെ മോനെ ഉറങ്ങിക്കോ. നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ?
മഹി ആ രാജേട്ടനൊപ്പം ഒന്നു ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെ. മുത്തശ്ശി എവിടെ ഉണ്ട്? കണ്ടില്ലേ? ഞാൻ കണ്ടായിരുന്നു. ഇത് ഇന്ദ്രൻ. എൻഗേജ്മെന്റിന് കണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, രാജേട്ടൻ. ഞാനേ നകുലിനെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി. ഹലോ, ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇങ്ങനെ വിളിക്കരുത്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞ മനസ്സിലാവാത്ത എന്താ? ഞാൻ പറ്റിച്ചെന്നോ? എപ്പോഴാണ് ഞാൻ നിങ്ങളെ പറ്റിച്ചത്? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി എന്നുള്ളത് ശരിയാ. ഞാൻ ആ ക്യാഷിനുള്ള പണിയെടുത്തിരിക്കും. എനിക്ക് എന്റേതായിട്ടുള്ള രീതികളുണ്ട്. അതിനിടയ്ക്ക് ബോസിന് ഇരിക്കപ്പുറത്തില്ല, കാണാൻ മുട്ടി നിൽക്കാന്നൊക്കെ പറഞ്ഞല്ലേ എന്നെ കൊണ്ടുപോയി കുഴി ചാടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ എന്റെ രീതിയിൽ വിട്ടിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അവളെ അവിടെ എത്തിച്ചാനേ. അതിന് സമ്മതിക്കാതെ ഇങ്ങനെ പ്രഷർ തന്നോണ്ടിരുന്ന അല്പം ലാഗൊക്കെ ഉണ്ടാവും. എന്തായാലും ഇന്ന് കല്യാണം നടക്കും, അതുറപ്പാ. ഇനി അതും സംശയമാണെങ്കിൽ ഞാൻ ഓഡിറ്റോറിയത്തിന്റെ ലൊക്കേഷൻ ഇട്ടേക്കാം. വന്ന് കണ്ട് മനസ്സിലാക്ക്. ശരി, ആളുകൾ എന്നെ ശ്രദ്ധിക്കും. എന്നാ ഞാൻ വയ്ക്കാം. നകുൽ മോനെ, ഇവിടെ ഫോൺ വിളിച്ചോണ്ട് നിൽക്കുകയാണോ? അത് പിന്നെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ. അല്ല, രാജേട്ടനെ കണ്ടതേ ഇല്ലല്ലോ. എനിക്ക് വീട്ടിൽ വെച്ച് ചെറിയൊരു പണി കിട്ടി. അതാ നേരത്തെ എത്താൻ പറ്റാത്തത്. അല്ല, എന്താ പറ്റിയത്? അതൊക്കെ പിന്നെ പറയാം. മോ ഹാപ്പി അല്ലേ? പിന്നെ അല്ലാണ്ട്. ഗംഗ ഇന്ന് എന്റേതാവുമല്ലേ? ഹാപ്പി ആവണ്ട്. പിന്നെ വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. മുത്തശ്ശി ഒന്ന് കാണണം. വാ. നമസ്കാരം. നിങ്ങൾ എന്താ വരാൻ ഇത്ര ലേറ്റായത്? ഞങ്ങൾ ആകെ ടെൻഷനിലായി പോയി. ഗുരുവമ്മ പറഞ്ഞ സമയമാകാതെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഗൗരിയുടെ ആത്മാവ് ആക്രമിക്കാൻ സാധ്യതയുള്ളവരെല്ലാം ഇത് ധരിക്കണം. മണ്ഡപത്തിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള കവചം ഞങ്ങൾ സ്ഥാപിക്കും. ഈ ചടങ്ങ് കഴിയുന്നതുവരെ ഗുരുവമ്മ ധ്യാനത്തിലായിരിക്കും. ഗൗരിയുടെ ശക്തി കുറയ്ക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഗുരുവമ്മ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം വിവാഹം മംഗളമായി നടക്കുമെന്ന് അറിയിക്കാൻ ഗുരുവമ്മ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നു കണ്ടാൽ മതി എന്നുള്ള പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാം മംഗളമായി നടക്കും. ഗുരുവമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. ഗുരുവമ്മയുടെ വാക്ക് വിശ്വസിച്ച എല്ലാം ചെയ്യുന്നത്. എന്റെ മകന്റെയും ശ്രേയയുടെയും ജീവിതം നിങ്ങളുടെ കൈകളിലാ. എല്ലാം അറിയാം, പേടിക്കണ്ട. ഇപ്രാവശ്യം വിവാഹം മുടങ്ങിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് പോലും അർത്ഥമില്ല. അശുഭ ചിന്തകളൊന്നും വേണ്ട, ധൈര്യമായിരിക്കൂ. ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജോലി തുടരട്ടെ.
ആദ്യം ശ്രേയക്ക് കെട്ടിക്കൊടുക്കുന്ന നാത്തൂനെ. എന്റെ കയ്യിൽ മോതിരം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അമ്മ ഏലസ്? നീ പറയുന്നത് കേട്ടാ മതി. നിനക്ക് കല്യാണം കഴിക്കണോ അതോ വല്ല തൂണോ മേൽക്കൂരിയോ വീണ് ചാവണോ? എന്താന്ന് വെച്ചാ നീ പറ. കല്യാണം മതി. എന്നാ പിന്നെ കൈ ഇങ്ങോട്ട് കാണിക്ക്.